ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഒരുപാട് കമൻറ്റ് വഴി ആയിട്ടൊക്കെ ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ FBയിലോ മൈ ലൈഫ് ബാറിൻ്റെ പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. എനിക്ക് അറിയുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടുകൾക്കൊക്കെ. അതേപോലെ തന്നെ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻമാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം ആൻമാർക്കിൻ്റെ ഞാൻ റെഫറൻസ് ലെറ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം മെയിനായിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ റെഫറൻസ് ലെറ്റർ എടുക്കുമ്പോൾ നമുക്കത് ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ വേണം എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്കൊരു ക്വയറി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെറ്റർ ഹെഡിൽ നമ്മൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റ് എനിക്ക് കിട്ടിയ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു A4 പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ബാൻഡ് 6ൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആളത് വെരിഫൈ ചെയ്തിട്ട് ആൾ ഹാപ്പി ആണോ അങ്ങനത്തെ അത്രയും വേർഡ്സ് എഴുതാനായിട്ട് എന്നുള്ളത് നോക്കിയിട്ട് എനിക്കത് ഹോസ്പിറ്റൽ ലെറ്റർ ഹെഡിലേക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്ത് തരുവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയറിൻ്റെ അടുത്ത് ചോദിക്കാം, ഇതാണ് ഇവരുടെ റിക്വയർമെന്റ്, അപ്പൊ അതേപോലെ അവര് നമുക്ക് ടൈപ്പ് ചെയ്ത് തരാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പരിപാടികളാണല്ലോ, അപ്പൊ അത്രയും സമയം അവർക്ക് ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം നമുക്ക് അവരോട് ചോദിക്കാം, ഞാനത് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ അത് സൈൻ ചെയ്യാനായിട്ട് ഹാപ്പി ആണോ എന്നുള്ളത് ചോദിക്കാം, എന്നിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് മെയിൽ വരുമോ എന്നുള്ളത്. നമുക്ക് മെയിലൊന്നും വരില്ല. നമ്മൾ ആൻമാർക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ അതിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ. പിന്നെ ഒരു ക്വയറി വന്നിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇതെല്ലാം ഓരോരോ വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ കമന്റ്സിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഇതിൽ പറയുന്നത്. നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വന്ന ക്വയറി ഇതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ പറ്റി പറയാനും പിന്നെ ഇതിന്റെ എക്സാംസ്, എന്തൊക്കെ എക്സാംസ് ആണ് വേണ്ടതെന്നുള്ളതും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത ഒരു പാത്വേ TTMR പാത്വേ, ആ പാത്വേ വഴി ഇപ്പൊ വരാനാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് ന്യൂസിലാൻഡിന്റെ ഓസ്കി എക്സാം ആണ്. പിന്നെ വേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും. അതല്ല പുറത്തുനിന്ന് ഒരാൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വരാനാണെന്നുണ്ടെങ്കിലാണ് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ, അതൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ഈ കമന്റിൽ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ വീഡിയോയുടെ ലിങ്ക്. അതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എക്സാംസ് ആണ് വേണ്ടതെന്ന്. വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത് എന്താണെന്നറിയോ, നമ്മൾ UK ലീവ് ചെയ്യണതിന് മുന്നേ, അതായത് ഇപ്പൊ നമുക്ക് വിസ കിട്ടി, നമ്മൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി സെറ്റപ്പ് എല്ലാം ആയി, അപ്പൊ നമ്മൾ UK എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ അവിടുന്ന് ഫൈനലായിട്ട് പോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ക്വയറീസും ഒക്കെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മളുടെ വിസ വന്നു, നമ്മളുടെ 482 അല്ലെങ്കിൽ 186 വിസ വന്നു, നമ്മൾ UK റിസൈൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോരണം. അപ്പൊ നമുക്ക് നമ്മുടെ എംപ്ലോയർ ഒരു ജോയിനിങ് ഡേറ്റ് തരുന്നുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ബാൻഡ് 5 ആണെങ്കിൽ 2 month റെസിഗ്നേഷൻ പീരീഡ് ആണ്, അതായത് നോട്ടീസ് പീരീഡ് ആണ് നമുക്ക് UK ഉള്ളത് ഒരു ബാൻഡ് 5. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്ത കാര്യം എൻ്റെ മാനേജർക്ക് റെസിഗ്നേഷൻ ലെറ്റർ ഇമെയിൽ ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് 2 മാസം സമയം അവിടെ വീണ്ടും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ 2 മാസം എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വിസ വന്നു എന്ന് മെയിൽ വന്ന അന്ന് ആ ഒരു സമയത്ത് തന്നെ ഞാൻ റെസിഗ്നേഷൻ മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാനേജറാണ് അത് അപ്രൂവ് ചെയ്തിട്ട് HR ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ട്രസ്റ്റിൽ. അത് ഓരോ ട്രസ്റ്റിനും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ ട്രസ്റ്റിന്റെ റൂൾ എന്താന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കുക.
അതനുസരിച്ചിട്ട് ആദ്യം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ ഫയൽ ചെയ്യുക. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. അപ്പൊ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കുറച്ച് ആനുവൽ ലീവ്സ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാനേജർക്ക് പേഴ്സണലി മെയിൽ അയച്ചു, എനിക്ക് കാണണം, ഡിസ്കസ് ചെയ്യണം, എനിക്ക് എൻ്റെ ആനുവൽ ലീവിനെ പറ്റിയിട്ടൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു സമയം തരും, അതനുസരിച്ചിട്ട് നമ്മൾ ആളെ ചെന്ന് കണ്ട് നമ്മളുടെ ലീവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിന്റെ മുന്നോട്ട് കയറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതായത് നമുക്ക് നേരത്തെ UK-ന്ന് പോരാനായിട്ട് പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു നല്ല കാര്യം, നമുക്ക് ആനുവൽ ലീവ് ഒക്കെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ റെന്റഡ് ഹൗസിലാണെങ്കിലും നമ്മൾ ഓൺ വീട്ടിലാണെങ്കിലും, ഇപ്പോൾ വീട് വാങ്ങിയവർക്ക് അത് വിറ്റിട്ട് വരണം. അതല്ല നമ്മൾ റെന്റഡ് ഹൗസ് ആണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ റെന്റഡ് ഹൗസിലായിരുന്നു, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ലോർഡിനെ നോട്ടിഫൈ ചെയ്യാന്നുള്ളത്. കാരണം നമ്മുടെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എത്ര മന്ത് പ്രയോറാണ് നമ്മൾ വേക്കേറ്റ് ചെയ്യുന്ന കാര്യം പറയേണ്ടതെന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അത് 2 months നോട്ടീസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ റെസിഗ്നേഷൻ ലെറ്റർ അയച്ച അന്ന് തന്നെ നമ്മുടെ ലാൻഡ് ലോർഡിനും മെസ്സേജ് അയച്ചു. അതായത് ഞാൻ ഇന്ന ദിവസം ഇവിടുന്ന് പോകുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പം അവർ പൈസയൊക്കെ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുള്ള ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കുക. അപ്പോൾ അതായിരുന്നു ലാൻഡ് ലോർഡിനെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2 ആയിട്ട് വരുന്നത്. ഇനി 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണെന്ന് തീരുമാനിച്ചല്ലോ. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഡയറക്റ്റ് ഡെബിറ്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ ഗ്യാസ്, കൗൺസിൽ ടാക്സ്, ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ നമ്മളുടെ ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം നമ്മൾ അതായത് ഡീലേഴ്സിനെ നോട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ ഇന്ന ദിവസം ഇവിടുന്ന് മൂവ് ചെയ്യും എന്നുള്ള പറഞ്ഞിട്ട് അതും കൂടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. അപ്പം കൗൺസിൽ ടാക്സ് ഒക്കെ നമ്മൾ കൂടുതൽ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു 150 പൗണ്ട് എങ്ങാണ്ട് റിട്ടേൺ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ കൂടുതൽ പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഓരോ ബില്ലും, ഇപ്പൊ നമ്മൾ കറണ്ട് ബില്ലൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അഡീഷണലി ഇപ്പൊ എവറി മന്ത് നമ്മൾ ഇത്ര പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അത്രയും പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം റിട്ടേൺ തരും. ഒരു പൈസ പോലും നമ്മളുടെ അനാവശ്യമായിട്ട് എവിടെയും പോകത്തില്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം പറയണം. പിന്നെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യത്തിലാണ് നമ്മുടെ നെറ്റ്, വൈഫൈ, എന്താ അതിന് പറയാ, അത് തന്നെ വോഡഫോണിന്റെ കണക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പോരുന്ന ആ ഒരു ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവരോട് പറഞ്ഞാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കട്ട് ചെയ്താലോ, കാരണം നമുക്ക് ആ ദിവസം വരെ നെറ്റ് വേണമല്ലോ. അങ്ങനെ ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്വർക്ക് പ്രൊവൈഡറേയും കൂടെ നമ്മൾ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുക, കാരണം അവരുടെ പോളിസി എന്താണെന്നുള്ളത്. ഇപ്പോൾ വോഡഫോണിന്റെ കണക്ഷനാണ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. വോഡഫോൺകാർക്ക് അത് 2 month പ്രയോർ നോട്ടീസ് തന്നെയായിരുന്നു. അതായത് നമ്മൾ 2 month മുന്നേ ഇന്ന ഡേറ്റിൽ നമ്മൾ വെക്കേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പൈസ കട്ടാവാണ്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഒരു 1 month എക്സ്ട്രാ പേയ്മെന്റും കൂടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു 1 month ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞപ്പോ ഞാൻ വെക്കേറ്റ് ചെയ്യാൻ പോവാന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വൈഫൈയുടെ മോഡൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആ പ്രൊവൈഡറെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പ്രോപ്പറായിട്ട് അത് പറഞ്ഞിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ റിസൈൻ ചെയ്യുന്ന ആ ദിവസം തന്നെ, അതായത് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന ആ ദിവസം തന്നെ, അല്ലെങ്കിൽ അതിന്റെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 or 2 days തന്നെ നമ്മൾ അതും കൂടെ എന്താ പറയാ ഇൻഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. അപ്പൊ ഈ ബിൽസിന്റെ എല്ലാം കൂടത്തിലുള്ള വേറൊരു സാധനമാണ് നമ്മുടെ TV ലൈസൻസ്. അപ്പൊ നിങ്ങൾക്കറിയാം UK-ൽ നമുക്ക് TV ലൈവ് പ്രോഗ്രാംസ് എല്ലാം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ TV ലൈസൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഒന്നെങ്കിൽ ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി, 6 months അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ ഏത് ദിവസമാണോ നമ്മുടെ വീട് വെക്കേറ്റ് ചെയ്യണത് ആ ദിവസം വെച്ചിട്ട് നമ്മൾ അതെല്ലാം കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ TV സെയിലാക്കുന്ന സമയത്ത് ആ ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മൾ അതെല്ലാം കട്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ വൺസ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാലറി കയറാതെ വരുമ്പോൾ അതൊക്കെ വീണ്ടും പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഒരു സേഫ് സൈഡിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത്. അപ്പം അതും കൂടെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതിൽ ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ദിവസമാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു ടാസ്ക്. അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏകദേശം നമുക്കൊരു ഡേറ്റ് ഒക്കെ അറിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇടാം. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ എൻ്റെ ഒരുമാതിരി സാധനങ്ങളെല്ലാം മാർക്കറ്റ് പ്ലേസ് വഴി സെല്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സെല്ലാവാണ്ടിരുന്ന, അതായത് എടുക്കാണ്ടിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ചാരിറ്റി ഷോപ്പുകൾ ഉണ്ടല്ലോ, അവർക്ക് ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ അവർക്കും ഇതുപോലെ നമ്മൾ എന്തോ ഒരു ചെറിയ പൈസ പേ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ ഐറ്റത്തിനും. അപ്പൊ എനിക്ക് ഒരുപാടൊന്നും കളയാനുണ്ടായിരുന്നില്ല. പക്ഷെ ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് കൗൺസിലിൽ അതിന്റെ പേയ്മെന്റ് അടച്ച് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. അപ്പോൾ അതാണ് പിന്നെ നമുക്ക് ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്ക് കാർഗോ വിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് കാർഗോ ഇങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് കേട്ടോ. അപ്പോൾ അത് സെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഡിസ്പോസ് ചെയ്യാം. ക്ലോത്ത് കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഈ ഇതുപോലത്തെ ചാരിറ്റി ഷോപ്പുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മാക്സിമം നമ്മൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരുപാട് നമ്മൾ കൊണ്ടുവന്ന് പൈസ കളയേണ്ട ഒരു കാര്യമില്ല. കൊണ്ടുവരാവുന്നിടത്തോളം കൊണ്ടുവരാം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്കൊന്നും അത് പിന്നെ വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാർഗോ വിട്ടത് വെർത്തായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമ്മൾ ഒരു സാധനം പോലും ഇപ്പം എക്സ്ട്രാ വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതായത് നമുക്കുണ്ട്, അത് വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. വീടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ടെനൻസി നമ്മൾ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുവാണ്, നമ്മുടെ കോൺട്രാക്ട് തീരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ടെനൻസി ക്ലീനേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് വൃത്തിയായിട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിപ്പോസിറ്റ് എമൗണ്ട് ഒന്നും അധികം പോകത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീടിന്റെ ഭിത്തി മൊത്തം പെയിന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ റീപെയിന്റ് ചെയ്തിട്ട് ജസ്റ്റ് ടെനൻസി ക്ലീനിങ്ങിന് കൊടുത്തു. അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് പുത്തൻ വീട് പോലെ തന്നെ ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനൊരു നഷ്ടബോധം തോന്നത്തില്ല. അപ്പോൾ നമ്മുടെ ലാൻഡ് ലോഡും ഹാപ്പി. ലാൻഡ് ലോഡിനെ പിണക്കരുത് കേട്ടോ, അതൊരു പ്രത്യേകം ഞാൻ പറയുവാണ്. കാരണം ഇവിടെ നമുക്ക് ഇപ്പൊ ഞാൻ കാൻബറയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ടെനൻസിക്ക് വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത എല്ലായിടത്തുനിന്നും നമ്മുടെ ലാൻഡ് ലോഡിന് റെഫറൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ലാൻഡ് ലോഡ് ഞങ്ങളെ കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് റെഫറൻസ് തരുന്നതിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. പുള്ളി എല്ലാ റെഫറൻസ് ക്വയറീസിനും അപ്പൊ തന്നെ മെയിൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ലാൻഡ് ലോഡുമായിട്ട് നല്ലൊരു എന്താ പറയാ റിലേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ അടി വെച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അടി വെച്ചിട്ടൊക്കെ പോന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തന്നെ പണി കിട്ടും. കാരണം റെഫറൻസ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു വീട് കിട്ടും എന്ന്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും എല്ലാവർക്കും നമ്മുടെ റെഫറൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് പോകുവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് വഴക്ക് കൂടി അങ്ങനെയൊന്നും ചെയ്യേണ്ടത്. നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പോരുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. നമ്മൾ ടെനൻസി ക്ലീനിങ്ങിനൊക്കെ കൊടുത്ത് പൈസ കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു നല്ല കാര്യമായിട്ട് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു. ഇപ്പൊ ഞങ്ങള് ഒരു 3.5 വർഷം താമസിച്ച വീടാണ്. നമുക്കറിയാമല്ലോ, കുട്ടികളെയും കൊണ്ടൊക്കെ താമസിക്കുമ്പോൾ എന്തായാലും അതിനകത്ത് ഞങ്ങൾ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാൻ നോക്കിയാൽ തന്നെ ഈ കുത്തിവരയ്ക്കലും പരിപാടികളും ഒക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് അതിന്റെ ബില്ലും കൂടെ പ്രൊഫഷണൽ ക്ലീനേഴ്സിനെ വെക്കണം എന്ന് പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് അതിന്റെ ബില്ല് ഉൾപ്പെടെ നമുക്ക് ലാൻഡ് ലോഡിന് കൊടുക്കാൻ പറ്റും. അതായത് പ്രൂഫാണ്. ആള് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴും അയാൾക്ക് ആ ഒരു ബില്ല് യൂസ് ചെയ്യാം. അവര് ഇതുപോലെ ക്ലീനിങ് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ലാൻഡ് ലോഡിനോട് അടിവെക്കാണ്ട് ഇറങ്ങിപ്പോരാൻ നോക്കുക. കാരണം അത് നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്നതായിട്ടാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പോരുന്നതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മളുടെ എച്ച് ആറിൽ നിന്ന് നമുക്ക് ഉള്ള പേപ്പർ വർക്കുകളൊക്കെ അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മാനേജർ ഓൾറെഡി. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാനായിട്ട്. കാരണം
ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ആ ഒരു പ്ലേസിൽ തന്നെ നമ്മൾ ലൈഫ് ലോങ് ജീവിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ ദിവസം പോകും തോറും നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പുതിയ എംപ്ലോയറെ കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ UK ലാസ്റ്റ് വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫുള്ള് ആ ഒരു എത്ര വർഷം നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ HR മെയിൽ അയച്ചിട്ട് വാങ്ങിക്കാൻ നോക്കുക. ആൻമാർക്കിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതിനകത്തൊരു എൻഡ് ഡേറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം HR മെയിൽ അയച്ച് നമ്മൾ വാങ്ങിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ആ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ P45 ഡീറ്റെയിൽസ്. P45 നമ്മുടെ ടാക്സ് റിട്ടേൺ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ P45 എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന നമ്മളുടെ സാലറി സ്ലിപ്പുകളൊക്കെ മന്ത്ലി വരുമല്ലോ, അപ്പോൾ ആ ഒരു ആപ്പിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചിലയിടത്ത് എനിക്ക് തോന്നുന്നു ബൈ പോസ്റ്റും വരുന്നതുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് അവർ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സും കൂടെ നമ്മൾ HR കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ HMRC നിന്ന് വരുന്ന ലെറ്റർ നമുക്ക് ആ ഒരു അഡ്രസ്സിൽ കിട്ടും. അപ്പോൾ ആ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിലേക്ക് അത് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പേപ്പർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ടാക്സ് റിട്ടേണിനുള്ള ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് P85 ഫോം ഒക്കെ റിക്വസ്റ്റ് ചെയ്ത് നമ്മളുടെ ടാക്സ് റിട്ടേൺ കിട്ടത്തുള്ളൂ. എന്തായാലും കുറച്ച് പൈസയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അതും കൂടെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് വെക്കുക. ഈ P45 നിങ്ങളുടെ ട്രസ്റ്റിൽ എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്നുള്ളത് ഒന്നെങ്കിൽ പ്രീവിയസ് പോയവരെടുത്ത് ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ HR ഡയറക്റ്റ് മെയിൽ അയച്ച് നമുക്ക് ചോദിക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ പുറത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡ്, പിന്നെ അതുപോലെ തന്നെ കുറെ നമുക്കല്ലാത്ത കുറെ റിവാർഡ് കാർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ ബാധ്യതകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തേക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാർഡുകളെല്ലാം ക്ലോസ് ചെയ്യുക. പിന്നെ ബാങ്ക് കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അവിടുത്തെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് പൈസയൊന്നും കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അക്കൗണ്ട് കാർഡ് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു എമൗണ്ട് അതിന്റെ ഫീസായിട്ട് പോകുന്നുള്ളതാ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് വീക്കില് അല്ലെങ്കിൽ ഒരു 2 വീക്സിലേക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി നമ്മളുടെ ഡെബിറ്റ് കാർഡ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എമൗണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ UK കാർഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് ബാങ്കിന്റെയും പറ്റൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചെറിയൊരു എമൗണ്ട് ഫീസ് പോകുന്നുണ്ട്, അവരുടെ ആ ഒരു ട്രാൻസാക്ഷൻ ചാർജ് പോകുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വലിയൊരു ആശ്വാസം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് UK പോരുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ UK എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണോ എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ആൻസർ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലഗേജിൽ കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാർഗോ വിടാം. ഇവിടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങൾ മാത്രം. അതല്ലാതെ ഒരുപാട് വാരി വലിച്ചു കൊണ്ടുവരുന്നതിനോട് എനിക്കും അഭിപ്രായമില്ല. കാരണം നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചു പോകും. അപ്പോൾ ആവശ്യം ഉണ്ടാവും എന്ന് തോന്നുന്ന, ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇവിടെ എനിക്ക് തോന്നുന്നു ക്ലോത്ത്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മുടെ UK കിട്ടുന്ന ക്ലോത്ത്സിനെക്കാട്ടിലും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അധികം അങ്ങനെ ക്ലോത്ത്സ് ഷോപ്പിംഗ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞങ്ങൾ ഒരുമാതിരി സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വില നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഓഫറിലൊക്കെ അവിടെ കിട്ടുമ്പോൾ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് വെർത്തായിരിക്കും. പ്രത്യേകിച്ച്
ഇപ്പോൾ കുട്ടികൾക്കൊക്കെ, കാരണം അവർക്കൊക്കെ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് കളയേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ചീപ്പായിട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ അത് വെർത്തായിരിക്കും. അതല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് UK വാങ്ങിച്ചിട്ട് വരാൻ, നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് അറിയാം എന്തൊക്കെയാ വാങ്ങണ്ടേന്നുള്ളത്. പക്ഷെ UK അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുന്ന് ഫൈനൽ എക്സിറ്റ് പോരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിന് പറഞ്ഞത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് റെഡി ആവുന്ന ഫ്രണ്ട്സ്, ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. നല്ല കാറ്റുണ്ട്, എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ കാറ്റടിച്ച് കയറുന്നത്, കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു, വെയിലും ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് റോഡിന്റെ സൈഡാണ്, അപ്പം മെയിൻ റോഡാണ് കേട്ടോ ഇതിന്റെ മുമ്പിൽ കൂടെ. അതുകൊണ്ട് അതിന്റെ സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല, ഞാൻ കേട്ട് നോക്കിയിട്ടില്ല. സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ ആ ഒരേ സൈഡിൽ ഇരുന്നിട്ട് തന്നെ ചെയ്തിട്ട് ബോറടിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പൊ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.